Hello students, welcome to Math Root. My name is Muhammad Shakib. I am an assistant professor in mathematics at MMO College. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് MSc മാത്സിൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള കോളേജുകളിലെ MSc മാത്സിൻ്റെ സെക്കൻഡ് സെമസ്റ്ററിലുള്ള ഓപ്പറേഷൻ റിസർച്ച് എന്ന പേപ്പറാണ്. അപ്പോൾ നമുക്കതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയകൾ അല്ലെങ്കിൽ അതെങ്ങനെ വന്നു എന്നും ജസ്റ്റ് ഒന്ന് നോക്കാം. സെക്കൻഡ് വേൾഡ് വാർ, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്താണ് ഈ ഓപ്പറേഷൻ റിസർച്ച് എന്ന മാത്തമാറ്റിക്സിൻ്റെ ഒരു ബ്രാഞ്ച് വന്നത്. കാൽക്കുലസിനെ പോലെ ഒരുപാട് ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്സിൻ്റെ ഒരു ബ്രാഞ്ച് അല്ല ഈ ഓപ്പറേഷൻ റിസർച്ച്. നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു ഐസ്ക്രീം ഫാക്ടറി ഒരാൾക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഓണർ ശ്രദ്ധിക്കുക, മിനിമം സാധനങ്ങൾ റോ വസ്തുക്കൾ വാങ്ങിയിട്ട് അതിനെ മാക്സിമം പ്രൊഡക്ഷൻ ചെയ്ത് മാക്സിമം ലാഭത്തിൽ വിൽക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഓണർ ശ്രദ്ധിക്കുക. അതേപോലെ ഒരു ഐസ്ക്രീം ഫാക്ടറിയിൽ ഇപ്പോൾ ഐസ്ക്രീം പ്രോഡക്ട്സ് ഉണ്ടാക്കി അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ രീതിയിലാണ് നമ്മളത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ഉപയോഗം വരുന്ന ഒരു ഏരിയ ബിസിനസ്, അതേപോലെ എഞ്ചിനീയറിംഗ്, ഈ രണ്ട് മേഖലയിലാണ് ഇതിന് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നേരത്തെ പറഞ്ഞ ഐസ്ക്രീം, ഇപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ 2-3 വസ്തുക്കൾ വേണം. അപ്പോൾ നമ്മൾ ആ സാധനങ്ങൾ നമ്മൾ വേറെ സ്ഥലത്തു നിന്ന് വളരെ കുറഞ്ഞ വിലക്ക് വാങ്ങിയിട്ട് ഏറ്റവും നല്ല ഐസ്ക്രീം നല്ല രീതിയിൽ ഉണ്ടാക്കി മാക്സിമം അതിൻ്റെ ലാഭം കൂട്ടി വെക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എങ്ങനെ അതൊരു മാത്തമാറ്റിക്കൽ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാന്നുള്ളത് നമുക്ക് ഈ ചാപ്റ്ററിൽ, ഈ ലെക്ചറിൽ മൊത്തത്തിൽ കാണാൻ പറ്റും. നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് സിലബസ് ഒന്ന് പരിചയപ്പെടാം. ടെക്സ്റ്റ് KV മിട്ടാൽ C മോഹൻ്റെ ഒപ്റ്റിമൈസേഷൻ മെത്തേഡ്സ് ഇൻ ഓപ്പറേഷൻ റിസർച്ച് ആൻഡ് സിസ്റ്റം അനാലിസിസ്, ഈ ബുക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതേപോലെ 3 മോഡ്യൂൾസ് ആണുള്ളത്. ഫസ്റ്റ് മോഡ്യൂളിൽ എന്താണ് കോൺവെക്സ് സെറ്റ്, അതേപോലെ എങ്ങനെയാണ് ഒരു ജനറൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, അതേപോലെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സിംപ്ലക്സ് മെത്തേഡ്. അതേപോലെ സെക്കൻഡ് മോഡ്യൂളിൽ നമുക്ക് മറ്റ് തരത്തിലുള്ള പ്രോബ്ലംസ്, അതായത് ലീനിയർ പ്രോഗ്രാമിൻ്റെ മറ്റ് തരത്തിലുള്ള പ്രോബ്ലംസ് ആയ ട്രാൻസ്പോർട്ടേഷൻ, അതേപോലെ അസൈൻമെൻറ്റ് പ്രോബ്ലംസ് ഒക്കെ പരിചയപ്പെടാം. തേർഡ് മോഡ്യൂളിൽ മെയിനായിട്ട് ഇൻറ്റിജർ പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എ ഡെഫിനിഷൻ. യൂക്ലിഡിയൻ സ്പേസ്, എ വെക്റ്റർ സ്പേസ് വിത്ത് ആൻ ഇന്നർ പ്രോഡക്റ്റ് ഡിഫൈൻഡ് ഓൺ ഇറ്റ് ഈസ് കോൾഡ് എ യൂക്ലിഡിയൻ സ്പേസ്. എന്താണ് യൂക്ലിഡിയൻ സ്പേസ് എന്നാണ് പറയുന്നത്? നമ്മുടെ കയ്യിലൊരു വെക്റ്റർ സ്പേസ് ഉണ്ട്, ഓക്കെ, അതിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഇന്നർ പ്രോഡക്റ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ E എന്നുള്ളത് ഒരു വെക്റ്റർ സ്പേസ് ആണ്. ഓക്കെ, അതിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഇന്നർ പ്രോഡക്റ്റ് ഉണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ ഒന്നിച്ച് പറയുന്ന പേരാണ് യൂക്ലിഡിയൻ സ്പേസ്. ഓക്കെ, അപ്പോൾ യൂക്ലിഡിയൻ സ്പേസ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു ഇന്നർ പ്രോഡക്റ്റ് ഉണ്ട്, ദാറ്റ് മീൻസ് ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ. ഓക്കെ, ആ ഫംഗ്ഷൻ സ്പേസ്, ഇതിനെ നമ്മൾ ഒന്നിച്ച് പറയുന്ന പേരാണ് യൂക്ലിഡിയൻ സ്പേസ്. നമ്മൾ അതിനെ ജസ്റ്റ് നോട്ടേറ്റ് ചെയ്യുന്നത് EN എന്നാണ്. ഓക്കെ, നമ്മൾ ഈ ടെക്സ്റ്റിൽ മൊത്തത്തിൽ ഡിനോട്ട് ചെയ്യുന്നത് EN എന്നാണ്. ഇവിടെ N എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷനാണ്. ഇപ്പം E2 എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഇതെന്താണ്, ഒരു 2 ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് എന്നാണ്. ഓക്കെ, അതായത് ഇതിൻ്റെ ബേസിസിൽ 2 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് യൂക്ലിഡിയൻ സ്പേസിൻ്റെ ഡെഫിനിഷൻ. Let x1, x2 be 2 points in S subset of En. The point x equal to 1 minus lambda x1 plus lambda x2, 0 less than or equal to lambda less than or equal to 1 is called the convex linear combination of x1 and x2. അതായത് നമ്മൾ യൂക്ലിഡിയൻ സ്പേസ് ENൻ്റെ ഒരു സബ്സെറ്റാണ് S. ഇതിലുള്ള 2 പോയിന്റ്സ് ആണ് x1, x2. ഓക്കെ, x1ൻ്റെയും x2ൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഈ പോയിന്റ് x ആയിരിക്കും. ഓക്കെ, അതായത് x1, x2 എന്നുള്ള ഈ 2 പോയിന്റ്സിൻ്റെ എസിലെ 2 പോയിന്റ്സ് ആയിട്ടുള്ള x1ൻ്റെയും x2ൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് x ഈക്വൽ ടു 1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ x2 ആയിരിക്കും. ഓക്കെ, ലാംഡ വേരി ചെയ്യുന്നത് 0 മുതൽ 1 വരെയാണ്. ഇനി ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ 2 പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, യൂക്ലിഡിയൻ സ്പേസ് ENൻ്റെ സബ്സെറ്റ് എസിലുള്ള 2 പോയിന്റ്സ് ആണ് x1, x2. ഓക്കെ, ഈ 2 പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിലുള്ള ഏതൊരു പോയിന്റും എന്തായിരിക്കും, ഈ 2 പോയിന്റ്സിൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ.
അതായത് എനി പോയിന്റ് ലൈങ് ഓൺ ദി ലൈൻ സെഗ്മെന്റ് ജോയിനിങ് x1 ആൻഡ് x2. x1നെയും x2നെയും ജോയിൻ ചെയ്യുന്ന ലൈനിലുള്ള ഏതൊരു പോയിന്റും എന്തായിരിക്കും, ഇതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ, കോൺവെക്സ് സെറ്റ്. എ സെറ്റ് K subset of En is said to be convex if the convex linear combination of any two points in K belongs to K. That is, K is convex if x1 x2 belongs to K implies 1 minus lambda x1 plus lambda x2 belongs to K 0 less than or equal to lambda less than or equal to 1. അതായത് ഒരു സെറ്റിനെ നമ്മൾ കോൺവെക്സ് സെറ്റ് എന്ന് പറയണമെങ്കിൽ, ഇപ്പോൾ En എന്നുള്ള യൂക്ലിഡിയൻ സ്പേസിൻ്റെ സബ്സെറ്റ് ആണ് K. ഈ K എന്നുള്ള സെറ്റിനെ നമ്മൾ കോൺവെക്സ് സെറ്റ് എന്ന് പറയണമെങ്കിൽ അതിലുള്ള രണ്ട് പോയിന്റ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നു, x1 x2. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആയിട്ടുള്ള 1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ x2 വീണ്ടും എന്തിൽ തന്നെ വരണം, Kയിൽ തന്നെ വരണം. x1 x2 ചൂസ് ചെയ്തു, അതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ വീണ്ടും Kയിൽ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, K എന്നുള്ള സെറ്റ് കോൺവെക്സ് സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ജിയോമെട്രിക്കലായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു സെറ്റ് എന്താണ്, കോൺവെക്സ് ആയിരിക്കും. ഇപ്പോൾ ഒരു x1 നമ്മൾ സെറ്റ് എന്ന് ചൂസ് ചെയ്തു, അതേപോലെ ഒരു x2 ചൂസ് ചെയ്തു. ഇതിനെ ജോയിൻ ചെയ്യുന്ന ലൈന് കംപ്ലീറ്റ് ആയിട്ട് ഈ സെറ്റിനുള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സെറ്റിനെ കോൺവെക്സ് സെറ്റ് എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ സെറ്റ് കോൺവെക്സ് അല്ല. റീസൺ, ഇപ്പോൾ x1 എന്നുള്ളൊരു പോയിന്റ് ഇവിടെ എടുത്തു, x2 എന്നുള്ളൊരു പോയിന്റ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്തു. ഇതിനെ ജോയിൻ ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരച്ചാൽ ഇവിടുത്തെ ഈ പോയിന്റ്സ് ഇത് ഈ സെറ്റിനുള്ളിൽ വരുന്നില്ല. ഓക്കെ, ദാറ്റ് മീൻസ് x1ൻ്റെയും x2ൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസ് ആണ് എന്ത്, ഈ ലൈനിലുള്ള പോയിന്റ്സ്. അത് കംപ്ലീറ്റ് ആയിട്ട് ഈ സെറ്റിനുള്ളിൽ വരുന്നില്ല. അപ്പോൾ ഈ സെറ്റ് എന്തല്ല, നോട്ട് കോൺവെക്സ്. ഈ സെറ്റ് കോൺവെക്സ് അല്ല, പക്ഷേ ഈ സെറ്റ് എന്താണ്, കോൺവെക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കോൺവെക്സ് സെറ്റിൻ്റെ ഐഡിയ. നെക്സ്റ്റ് ഡെഫിനിഷൻ, convex function. Let x belongs to K subset of En where K is a convex set. A function f of x is said to be convex if for any two points x1 and x2 in K f of 1 minus lambda x1 plus lambda x2 less than or equal to 1 minus lambda f of x1 plus lambda f of x2. അതായത് ഇപ്പോൾ E എന്നുള്ളൊരു യൂക്ലിഡിയൻ സ്പേസ് ആണ്, ഇതിൻ്റെ ഒരു സബ്സെറ്റ് ആണ് K. ഓക്കെ, ഈ Kയിലുള്ള ഒരു പോയിന്റ് ആണ് X. ഓക്കെ, K എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് സെറ്റാണ്. ഇനി ഒരു ഫംഗ്ഷൻ f ഓഫ് എക്സിനെ കോൺവെക്സ് ഫംഗ്ഷൻ എന്ന് പറയണമെങ്കിൽ, ഓക്കെ, ഒരു ഫംഗ്ഷൻ f ഓഫ് എക്സിനെ കോൺവെക്സ് ഫംഗ്ഷൻ എന്ന് പറയണമെങ്കിൽ ഈ K എന്നുള്ള കോൺവെക്സ് സെറ്റിലെ ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് x1 x2 ചൂസ് ചെയ്താലും ഓക്കെ, f ഓഫ് ദിസ്, ഓക്കെ, അത് x1ൻ്റെയും x2ൻ്റെയും ലീനിയർ കോമ്പിനേഷൻ്റെ ഇമേജ്, ഓക്കെ, എഫ് ഓഫ് ദിസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് x1 പ്ലസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് x2. ഓക്കെ, ഈ രീതിയിൽ എഴുതാൻ പറ്റിയാൽ ഈ ഫംഗ്ഷന് എഫിന് നമ്മൾ പറയുന്ന പേരാണ് കോൺവെക്സ് ഫംഗ്ഷൻ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, എഫ് ഓഫ് എക്സിനെ ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 minus lambda f of x1 plus lambda f of x2 0 less than or equal to lambda less than or equal to 1 where for every x equal to 1 minus lambda x1 plus lambda x2. അതായത് നമ്മൾ K എന്ന് പറഞ്ഞ കോൺവെക്സ് സെറ്റിലെ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് x1 x2 ചൂസ് ചെയ്തു. ഓക്കെ, അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ x1ൻ്റെയും x2ൻ്റെയും ലീനിയർ കോമ്പിനേഷൻ നമ്മൾ എക്സിനെ എടുത്തു. അതിൻ്റെ ഇമേജ് ഓക്കെ, എഫ് ഓഫ് എക്സ്, എക്സിൻ്റെ ഇമേജ് എഫ് ഓഫ് എക്സ് എപ്പോഴും എന്തിനേക്കാൾ ചെറുതായിരിക്കണം, 1 മൈനസ് ലാംഡ എഫ് ഓഫ് എക്സ്1 പ്ലസ് ലാംഡ എഫ് ഓഫ് x2 ഈക്വലോ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതായിരിക്കണം. ഇങ്ങനെ നമുക്ക് എപ്പോഴും പറയാൻ പറ്റിയാൽ, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൺവെക്സ് ഫംഗ്ഷൻ ആയിരിക്കും. കോൺകേവ് ഫംഗ്ഷൻ, യൂക്ലിഡിയൻ സ്പേസ് Enൻ്റെ ഒരു സബ്സെറ്റ് ആണ് K ഉള്ള ഒരു പോയിന്റ് ആണ് x. K എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് സെറ്റ് ആണ്. K ഉള്ള രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് ആണ് x1 x2. ഇനി എഫിനെ കോൺകേവ് ഫംഗ്ഷൻ എന്ന് പറയണമെങ്കിൽ ഓക്കെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ലാംഡ എഫ് ഓഫ് x1 പ്ലസ് ലാംഡ എഫ് ഓഫ് x2. അതായത് നമുക്ക് ഇനീക്വാലിറ്റി തിരിഞ്ഞു വരണം, നേരത്തെ ഇനീക്വാലിറ്റിൻ്റെ റിവേഴ്സ് വരണം.
0 less than or equal to lambda less than or equal to 1 for every x equal to 1 minus lambda x1 plus lambda x2. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് മറ്റേ രീതിയിൽ പറയാം, മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൺവെക്സ് ഫംഗ്ഷൻ ആയാലും നമുക്ക് എന്ത് പറയാം, ഈ ഫംഗ്ഷന് കോൺകേവ് എന്ന് പറയാം. ഓക്കെ, രണ്ട് രീതിയിൽ ഡെഫിനിഷൻ ഉണ്ട്. ഒന്നുകിൽ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൺവെക്സ് ആയിരിക്കുക, അല്ലെങ്കിൽ കെ എന്ന് പറഞ്ഞ കോൺവെക്സ് സെറ്റിൽ ഏത് രണ്ട് പോയിന്റ്സ് x1 x2 എടുത്തു, അതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, അതിൻ്റെ ഇമേജ് ഒന്നുകിൽ ഇതിന് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിനേക്കാൾ എപ്പോഴും ഗ്രേറ്റർ ആയിരിക്കണം. ഓക്കെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലോ നമുക്ക് എന്ത് പറയാം, ഫംഗ്ഷൻ എഫിനെ കോൺകേവ് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഡെഫിനിഷൻ, ലെറ്റ് x belongs to En, a homogeneous expression of the form f of x equal to x dash ax, where x equal to the column vector x1 x2 etc xn, a equal to this n by n matrix, is called quadratic form in n variables x1 x2 etc xn. അതായത് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോം എന്നതുകൊണ്ട് മീൻ ചെയ്യുന്ന ഇത്രയാണ്. ഇപ്പോൾ ഇ എന്നുള്ളൊരു യൂക്ലിഡിയൻ സ്പേസ് ഉണ്ട്. ഓക്കെ, അതിലുള്ളൊരു വെക്ടറാണ് എക്സ്. ഓക്കെ, ഇനി നമ്മൾ ഈ രീതിയിലുള്ളൊരു എക്സ്പ്രഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഡാഷ് എ എക്സ്. എക്സ് എന്ന് പറയുന്നത് ഈ n by 1 കോളം മാട്രിക്സ് ആയിരിക്കും. അതേപോലെ എ എന്ന് പറയുന്നത് ഈ n by n മാട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ f of x equal to, okay, f of x means f of this matrix. Okay, അതായത് ഈ മാട്രിക്സിൻ്റെ ഇമേജ് അതാണ് f of x. ഓക്കെ, f of x equal to x dash എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഇതിൻ്റെ മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ നമുക്ക് x1 x2 എക്സെട്ര xn ഇൻറ്റു എ എന്ന് പറയുന്നത് ഈ n by n മാട്രിക്സ് ആയിരിക്കും, ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ഈ കോളം മാട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഈ കോളം മാട്രിക്സ് ആയിരിക്കും x1 x2 എക്സെട്ര xn. അപ്പോൾ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇത് 1 റോ ആണ്, n കോളംസ്, അപ്പോൾ 1 by n, ഇത് n by n ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റത്തെ ഇത് രണ്ടെണ്ണത്തിൻ്റെ പ്രോഡക്റ്റ് 1 by n ആയിരിക്കും. ഓക്കെ, പിന്നെ 1 by n ഇൻറ്റു n by 1 നമ്മൾ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു 1 by 1 മാട്രിക്സ് ആയിരിക്കും. അതായത് ഒരു ഒറ്റ എലമെൻ്റ് ഉള്ള മാട്രിക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് കിട്ടുന്നത് പോയി ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ഹോമോജീനിയസ് എക്സ്പ്രഷനെ നമ്മൾ പറയുന്ന പേരാണ് ക്വാഡ്രാറ്റിക് ഫോം. ആൻ എക്സാമ്പിൾ, ഇപ്പോൾ എക്സ് ഈക്വൽ ടു x1 x2 കോളം വെക്ടറാണ്, ഒരു 2 by 1 കോളം വെക്ടറാണ്. ഇതൊരു മാട്രിക്സ് ആണ്, 2 by 2 മാട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഡാഷ് എക്സ്, ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ എക്സ് ഡാഷ് എന്ന് പറയുന്നത് ഈ മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ്, അതായത് x1 x2 ഇൻറ്റു എ എന്ന് പറയുന്നത് ഈ മാട്രിക്സ് 5 3 2 1 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് സെയിം മാട്രിക്സ് x1 x2. ഓക്കെ, അപ്പോൾ നമ്മളിത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിത് 1 by 2 ആണ്. ഓക്കെ, ഇത് 2 by 2 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 by 2 മാട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ x1 ഇൻറ്റു 5 പ്ലസ് x2 ഇൻറ്റു 2, അപ്പോൾ 5x1 പ്ലസ് 2x2, അതേപോലെ 3x1 പ്ലസ് 1x2, that means x2, this into x1 x2. Okay, this element into this plus this element into this. Okay, അപ്പോൾ 5x1 plus 2x2 into x1. Okay, that means x1 into this plus x2 into this, x2 into 3x1 plus x2. അപ്പോൾ നമ്മളിത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും. ഇതാണ് x1 x2 എന്ന് പറഞ്ഞ ഈ രണ്ട് വേരിയബിളിനെയും അതേപോലെ ഈ മാട്രിക്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വാഡ്രാറ്റിക് ഫോം. ഓക്കെ, ഡെഫിനിഷൻ, എ ക്വാഡ്രാറ്റിക് ഫോം x dash x
is said to be positive definite if x dash x greater than 0 for all x non-zero. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഫോം എക്സ് ഡാഷ് എക്സിനെ പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയണമെങ്കിൽ ഓക്കെ എല്ലാ നോൺ സീറോ വെക്ടേഴ്സിനും എക്സ് ഡാഷ് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഓക്കെ ഏത് നോൺ സീറോ വെക്ടർ എക്സ് ചൂസ് ചെയ്താലും എക്സ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്കെന്ത് പറയാം, ഈ ക്വാഡ്രാറ്റിക് ഫോം പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയാം. അതേപോലെ ഇറ്റ് ഈസ് സെഡ് ടു ബി പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് if x dash x greater than or equal to 0 for all x non-zero and there is at least one non-zero vector for which x dash x equal to 0. അതായത് ഇതേ ക്വാഡ്രാറ്റിക് ഫോം x dash xനെ പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് എന്ന് പറയണമെങ്കിൽ x dash x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ x dash x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം ഫോർ ഓൾ നോൺ സീറോ എക്സ്. അതേപോലെ അറ്റ്ലീസ്റ്റ് ഒരു നോൺ സീറോ വെക്ടർ എങ്കിലും ഉണ്ടായിരിക്കണം എക്സ് ഡാഷ് എക്സ് 0 ആവുന്നത്. ഓക്കെ അറ്റ്ലീസ്റ്റ് ഒരു നോൺ സീറോ വെക്ടറിനെങ്കിലും എക്സ് ഡാഷ് എക്സ് 0 ആയിരിക്കണം. അതേപോലെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഈ ക്വാഡ്രാറ്റിക് ഫോമിനെ പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതേപോലെ നമുക്ക് നെഗറ്റീവ് ഡെഫിനിറ്റിനെ ഡിഫൈൻ ചെയ്യാം. എക്സ് ഡാഷ് എ എക്സ് ഒരു ക്വാഡ്രാറ്റിക് ഫോം എക്സ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഡെഫിനിറ്റ് എന്നും പറയാം. അതേപോലെ ഇതേ ഡെഫിനേഷനിൽ നമുക്ക് എക്സ് ഡാഷ് എ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ ഫോർ ഓൾ നോൺ സീറോ വെക്ടർ. അതേപോലെ എക്സ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന അറ്റ്ലീസ്റ്റ് ഒരു നോൺ സീറോ വെക്ടർ എങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് എന്നും പറയാം. ഓക്കെ അപ്പോൾ ഇതാണ് പോസിറ്റീവ് ഡെഫിനിറ്റ്, പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്, നെഗറ്റീവ് ഡെഫിനിറ്റ്, നെഗറ്റീവ് സെമി ഡെഫിനിറ്റ്. നെക്സ്റ്റ് തിയറം. Let x belongs to En and let f of x equal to x dash ax be a quadratic form. If f of x is positive semi-definite, then f of x is a convex function. അതായത് ഒരു യൂക്ലിഡിയൻ സ്പേസിലുള്ള ഒരു വെക്ടറാണ് എക്സ്. ഓക്കെ ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് ഡാഷ് എക്സ് ഒരു ക്വാഡ്രാറ്റിക് ഫോമാണ്. ഇനി എഫ് ഓഫ് എക്സ് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആണെങ്കിൽ ദാറ്റ് മീൻസ് എക്സ് ഡാഷ് എ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ എഫ് ഓഫ് എക്സ് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് മീൻസ് എക്സ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എവറി നോൺ സീറോ വെക്ടർ എക്സ്. ദെൻ എഫ് ഓഫ് എക്സ് ഈസ് എ കോൺവെക്സ് ഫംഗ്ഷൻ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും, ഇതൊരു കോൺവെക്സ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ ഇതാണ് തിയറത്തിൻ്റെ ഐഡിയ. നമുക്കിതിൻ്റെ പ്രൂഫ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രൂഫ്. ലെറ്റ് x1, x2 be any 2 points in En and let x equal to 1 minus lambda x1 plus lambda x2 0 less than or equal to lambda less than or equal to 1. നമ്മൾ യൂക്ലിഡിയൻ സ്പേസ് ഇനിലുള്ള ഏതെങ്കിലും 2 പോയിന്റ്സ് ആണ് x1 x2. ഓക്കെ ഇനി അതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനാണ് എക്സ്. ഓക്കെ x1ൻ്റെയും x2ൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനാണ് എക്സ്. Also let f of x equal to x dash ax be positive semi-definite, that is x dash x greater than or equal to 0 for any x in En. അതായത് നമ്മളൊരു ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഈ വെക്ടറിൻ്റെ ഈ വെക്ടറിൻ്റെ ഇമേജ് എഫ് ഓഫ് എക്സ് എന്തായിരിക്കും, ഒരു ക്വാഡ്രാറ്റിക് ഫോം. ഇത് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ക്വാഡ്രാറ്റിക് ഫോം പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. ദാറ്റ് മീൻസ് എക്സ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എനി എക്സ് ഇൻ എൻ നമ്മൾ അസ്യൂം ചെയ്യാം. ഇനി നമുക്ക് എന്താണ് കാണിക്കേണ്ടത്, എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൺവെക്സ് ഫംഗ്ഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ലാംഡ എഫ് ഓഫ് എക്സ് 1 പ്ലസ് ലാംഡ എഫ് ഓഫ് എക്സ് 2. ഇങ്ങനെ കാണിച്ചാൽ നമുക്ക് എന്ത് പറയാം, എഫ് കോൺവെക്സ് ഫംഗ്ഷൻ ആണ്. ഇനി ഇത് കാണിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, ഇതൊന്ന് അറേഞ്ച് ചെയ്താൽ 1 മൈനസ് ലാംഡ എഫ് ഓഫ് എക്സ് 1 പ്ലസ് ലാംഡ എഫ് ഓഫ് എക്സ് 2 മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ എഫ് ഓഫ് എക്സിന് നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് കൊണ്ടുപോയി അറേഞ്ച് ചെയ്താൽ നമുക്ക് ഈ രീതിയിൽ കിട്ടും. ഓക്കെ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്കെന്ത് പറയാം, എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ
കോൺവെക്സ് ഫംഗ്ഷൻ ആണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ കാണിക്കുന്നതിൻ്റെ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് ഒരു പരിധി വരെ എത്തിച്ചിട്ടത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കാണിക്കുന്നു. ഓക്കെ, സോ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ 1 മൈനസ് ലാംഡ എഫ് ഓഫ് എക്സ് 1 പ്ലസ് ലാംഡ എഫ് ഓഫ് എക്സ് 2 മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. നമ്മളത് ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി 1 മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് 1 ഇതെന്തായിരിക്കും? x1 ഡാഷ് എ x1 ആയിരിക്കും. കാരണം എന്താ? എഫ് ഓഫ് എക്സ് എക്സ് ഡാഷ് എ എക്സ് ആണ്. ഓക്കെ, പ്ലസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് 2നെ ലാംഡ എക്സ് 2 ഡാഷ് എ എക്സ് 2 എന്നത്. ഓക്കെ, എഫ് ഓഫ് എക്സ് 2നെ എക്സ് 2 ഡാഷ് എ എക്സ് 2 എന്നത് മൈനസ് എഫ് ഓഫ് എക്സിനെ എഫ് ഓഫ് എക്സിന് നമുക്കറിയാം 1 മൈനസ് ലാംഡ എക്സ് 1 പ്ലസ് ലാംഡ എക്സ് 2 എന്ന രീതിയിൽ എഴുതാൻ പറ്റും. അപ്പോൾ അതിനെ എക്സിനെ നമുക്ക് x1ൻ്റെയും x2ൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. ഈക്വൽ ടു ഇതിനെ അതേപോലെ നമ്മൾ നിർത്തുന്നു, ഇതിനെ അതേപോലെ നമ്മൾ നിർത്തുന്നു. ഇനി എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? എക്സ് ഡാഷ് എ എക്സ് ആയിരിക്കും. ഓക്കെ, എഫ് ഓഫ് എക്സ് എക്സ് ഡാഷ് എ എക്സ് ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് ദിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദിസ് ഡാഷ് എ ദിസ്. ഓക്കെ, അപ്പോൾ ദിസ് ഡാഷ് എ ദിസ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? ഇതിനെ അതേ രീതിയിൽ നമ്മൾ അതേപോലെ ചേഞ്ച് ചെയ്യാതെ നിർത്താം. ഇതിനെയും അതേപോലെ നമ്മൾ നിർത്തുന്നു. ഇനി ഇതിനെ നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ 1 മൈനസ് ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ 1 മൈനസ് ലാംഡ സ്ക്വയർ മൈനസ് x1 ഡാഷ് എ x1 x1 ഡാഷ് എ x1. അതേപോലെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ ഇവിടെ ലാംഡ സ്ക്വയർ x2 ഡാഷ് എ x2 മൈനസ് ലാംഡ സ്ക്വയർ x2 ഡാഷ് എ x2. പിന്നെ നമുക്ക് രണ്ട് ടേംസ് ഇവിടെ വരും. 1 മൈനസ് ലാംഡ x1 ഡാഷ് എ ഇൻറ്റു ലാംഡ x2. അതേപോലെ ലാംഡ x2 ഡാഷ് എ ഇൻറ്റു 1 മൈനസ് ലാംഡ x1. ഓക്കെ, അപ്പോൾ അതിനെ x2 ഡാഷ് എ x1ഉം x1 ഡാഷ് എ x2ഉം ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിനെ മൈനസ് 2 ടൈംസ് ലാംഡ 1 മൈനസ് ലാംഡ x1 ഡാഷ് എ x2 നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഇന്ന് 1 മൈനസ് ലാംഡയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഔട്ട് ചെയ്യുന്നു. ഓക്കെ, അതായത് x1 ഡാഷ് എ x1 ഇവിടെ ഉണ്ട്, അതേപോലെ x1 ഡാഷ് എ x1 ഇവിടെ ഉണ്ട്. ഇവിടെ 1 മൈനസ് ലാംഡ ഉണ്ട്, ഇവിടെ 1 മൈനസ് ലാംഡ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? 1 മൈനസ് ലാംഡ ഇവിടെ നിന്ന് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ 1 മൈനസ് ലാംഡ ഇൻറ്റു ഇവിടെ 1 മൈനസ് ബാക്കി ഇവിടെ 1 മൈനസ് ലാംഡ ഇൻറ്റു കോമൺ ആയിട്ട് x1 ഡാഷ് എ x1 പ്ലസ് അതേപോലെ ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ ഇൻറ്റു x2 ഡാഷ് എ x2. ഓക്കെ, x2 ഡാഷ് എ x2 ഇവിടെ ഉണ്ട്, അതേപോലെ x2 ഡാഷ് എ x2 ഇവിടെ ഉണ്ട്. ഇവിടെ ലാംഡ ഉണ്ട്, മൈനസ് ലാംഡ, അതേപോലെ ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ ആയിട്ട് ഔട്ട് ചെയ്യുന്നു. ഇതിനെ അതേപോലെ നമ്മൾ നിർത്തുന്നു. ഓക്കെ, ഇനി നമ്മളിത് അറേഞ്ച് ചെയ്താൽ 1 മൈനസ് 1 0 1 അതേപോലെ മൈനസ് മൈനസ് ലാംഡ പ്ലസ് ലാംഡ ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ പ്ലസ് ലാംഡ എന്ന് കിട്ടും. അപ്പോൾ ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ x1 ഡാഷ് എ x1 പ്ലസ് അതേപോലെ ഇതിനെ അതേപോലെ നിർത്തുന്നു. ഓക്കെ, ഈ ടൈമിനെ അതേപോലെ നിർത്തുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് ലാംഡ 1 മൈനസ് ലാംഡ ഇവിടെ ഉണ്ട്, ലാംഡ 1 മൈനസ് ലാംഡ ഇവിടെ ഉണ്ട്, ലാംഡ 1 മൈനസ് ലാംഡ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഈ 3 ടേമും നമ്മൾ ലാംഡ 1 മൈനസ് ലാംഡയെ നമ്മൾ ഔട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ലാംഡ 1 മൈനസ് ലാംഡ ഇൻറ്റു ഇവിടെ ബാക്കി വരുന്നത് x1 ഡാഷ് എ x1 പ്ലസ് അതേപോലെ x2 ഡാഷ് എ x2 x2 ഡാഷ് എ x2 മൈനസ് 2 ഇൻറ്റു x1 ഡാഷ് എ x2 എന്ന് വരുന്നു. ഓക്കെ, സോ ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ ഇൻറ്റു x1 മൈനസ് x2 ഹോൾ ഡാഷ് എ x1 മൈനസ് x2. ഓക്കെ,
അത് x1 മൈനസ് x2 ഡാഷ് എ x1 മൈനസ് x2, അതായത് x ഡാഷ് എ എക്സ് ഫോമിലേക്ക് ഇതിനെ നമ്മൾ ജസ്റ്റ് മാറ്റി എഴുതുന്നു. ഓക്കെ, ഇനി നമുക്കറിയാം എന്ത് x ഡാഷ് എ എക്സ് എന്താണ്, ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, ദിസ് ഈസ് ഒന്നുകിൽ ഇത് 0 ആയിരിക്കും അല്ലെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും. സോ ഇതപ്പോൾ എന്താണ്, പോസിറ്റീവാണ്. ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. കാരണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് x ഡാഷ് എ എക്സ് എന്ന് പറഞ്ഞ ക്വാഡ്രാറ്റിക് ഫോം പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അതേപോലെ x1 മൈനസ് x2 എന്തായിരിക്കും, x1 മൈനസ് x2 ഉള്ള വെക്ടർ ആയിരിക്കും. അതേപോലെ ഇതിൻ്റെ ഈ വെക്ടർ x1 മൈനസ് x2 എന്നുള്ള x1ഉം x2ഉം ഉള്ളതാണെങ്കിൽ x1 മൈനസ് x2 ഉള്ള വെക്ടർ ആയിരിക്കും. അപ്പോൾ x ഡാഷ് എ എക്സ് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ലാംഡ വേരി ചെയ്യുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ ഒന്നുകിൽ ഇത് 0 അല്ലെങ്കിൽ പോസിറ്റീവ്. സോ ഇതിൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും, ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ നമുക്ക് കിട്ടി 1 മൈനസ് ലാംഡ എഫ് ഓഫ് x1 പ്ലസ് ലാംഡ എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. സോ നമുക്കെന്ത് പറയാം, എഫ് ഓഫ് x greater than or equal to, f of x less than or equal to 1 minus lambda f of x1 plus lambda f of x2. This means f of x is a convex function. Okay, അപ്പോൾ f of x ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. ഇത്രയാണ് പ്രൂഫ് ഉള്ളത്.